നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കിയ ശശി തരൂരിന്റെ പരിഭവം അവഗണിക്കാൻ ഹൈക്കമാൻഡ്. പരസ്യ പ്രതികരണം വേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനം. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തരൂർ സമയം ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടുണ്ട്. അതിനിടെ രാഹുൽ ഗാന്ധിക്ക് ജന്മദിനാശംസ നേരാത്ത ഏക പ്രവർത്തക സമിതി അംഗം ശശി തരൂർ ആണെന്ന വികാരം കോൺഗ്രസിൽ ചർച്ചയാക്കാൻ തരൂർ വിരുദ്ധ വിഭാഗം ശ്രമിക്കുന്നുണ്ട്. എന്നെ ക്ഷണിച്ചിട്ടില്ലെന്ന് സത്യം തന്നെയാണ്. ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ലേ തിരിച്ചു വന്ന ശേഷം കാണണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനമായ ഇന്നലെയാണ് പ്രചാരണത്തിന് ക്ഷണിക്കാത്തതിലുള്ള അതൃപ്തി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ പരസ്യമാക്കിയത്. നിലമ്പൂരിലേക്ക് വരണമെന്നാവശ്യപ്പെട്ട് മിസ് കോൾ പോലും ഉണ്ടായില്ലെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു തരൂർ ലക്ഷ്യമിട്ടത്. അതേസമയം തരൂരിന്റെ പരാതി അവഗണിക്കാനാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. പോളിംഗ് ദിനത്തിലെ പരസ്യ പ്രതികരണത്തിൽ തരൂരിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് വിഷയം വഷളാക്കാൻ ഹൈക്കമാൻഡിന് താൽപര്യമില്ല. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തരൂർ ആവശ്യപ്പെട്ടാൽ മാത്രം സമയം നൽകാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. പിന്നാലെ രാഹുലിനെ കാണാൻ തരൂർ സമയം ചോദിച്ചുവെന്ന വിവരവും പുറത്തുവന്നു. പ്രവർത്തക സമിതി അംഗമായതിനാൽ തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് KPCCക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ മിതത്വം പാലിച്ചായിരുന്നു സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം. തരൂർ താരപ്രചാരകരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നും ആർക്കും പ്രത്യേക ക്ഷണമില്ലായിരുന്നുവെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞതും ഈ സാഹചര്യത്തിലാണ്. പിന്നെ നമുക്കെല്ലാം അറിയാം, ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്നു അധിക നാളുകളിലും. അതേപോലെ തന്നെ ഡൽഹിയിലായിരുന്നു. കേരളത്തിൽ വന്നോന്ന് തന്നെ എനിക്കറിയില്ല. എല്ലാവരും അങ്ങോട്ട് വന്ന് ഇലക്ഷന് സഹകരിക്കുകയായിരുന്നു. ഹി വാസ് അതർവൈസ് ബിസി ഐ തിങ്ക്. വിദേശത്തായിരുന്നതിനാലാണ് ക്ഷണിക്കാതിരുന്നതെന്ന് K മുരളീധരൻ. അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ഇതെല്ലാമായിട്ട് പോലും താരപ്രചാരകരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. അതേസമയം ഇതേക്കുറിച്ച് അറിയില്ലെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. അല്ലാതെ എനിക്ക് അതിന്റെ വിവരങ്ങൾ അറിയില്ല. അതിനിടെ ശശി തരൂർ രാഹുൽ ഗാന്ധിക്ക് ജന്മദിന ആശംസകൾ നേരാത്തത് കോൺഗ്രസിൽ വിവാദമാക്കാൻ ഹൈക്കമാൻഡിലെ തരൂർ വിരുദ്ധ വിഭാഗം ശ്രമം തുടങ്ങി. രാഹുൽ ഗാന്ധിക്ക് ആശംസ നേരാത്ത ഏക പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ എന്ന വികാരം പാർട്ടിയിൽ ചർച്ചയാക്കാനാണ് തരൂർ വിരുദ്ധ വിഭാഗം ശ്രമിക്കുന്നത്. മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനവുമായും ഓപ്പറേഷൻ സിന്ദൂറുമായും ഒക്കെ ബന്ധപ്പെട്ട ശശി തരൂരിന്റെ പ്രസ്താവനകൾ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. പിന്നാലെയാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ദിനം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി തരൂർ കോൺഗ്രസ് നേതൃത്വവുമായുള്ള അതൃപ്തി പരസ്യമാക്കിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.